മുഖ്യമന്ത്രി പിണറായി വിജയനൊപ്പം അതിജീവിതം നിൽക്കുന്ന ചിത്രങ്ങളാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളിൽ അതുപോലെ ദൃശ്യമാധ്യമങ്ങളിലൊക്കെ വന്നത്. എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ സർക്കാർ അതിജീവിതയ്ക്കൊപ്പമാണെന്നുള്ള ഒരു സന്ദേശം പകർന്നു നൽകുന്നു. ഇപ്പോൾ ഈ കേസിൽ ശിക്ഷിക്കപ്പെട്ട മാർട്ടിൻ എന്ന് പറയുന്ന ഒരു ഡ്രൈവർ, ഇയാൾ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നൽകിയ ഒരു അഭിമുഖത്തിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായിട്ട് പ്രചരിക്കുന്നു. ഇതിൽ ദിലീപിനെ പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇവരൊക്കെ കൂടെ ഗൂഢാലോചന നടത്തിയത്. ഈ അതിജീവിതയ്ക്കും ഇതിൽ പങ്കുണ്ട് എന്നാണ് ഈ പറയുന്നത്. ഇതിനെതിരെ അതിജീവിത ഇപ്പം പരാതിയുമായിട്ട് കോടതിയെ സമീപിക്കുക. എന്നിട്ട് 16 ലിങ്കുകൾ അതിൻ്റെ തെളിവായിട്ട് സമർപ്പിച്ചു. എന്നിട്ട് വലിയ സൈബർ ആക്രമണം നേരിടുന്നത് കോടതിയിൽ അത് ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്ത് നടപടി ഉണ്ടാകും? കോടതിയിൽ നിന്ന് നടപടിയൊന്നും ഉണ്ടാവില്ല. പോലീസിന് വേണമെങ്കിൽ ഈ പറഞ്ഞ ലിങ്കുകൾ വെച്ചിട്ട് ആ വീഡിയോ ഡൗൺ ചെയ്ത് എടുത്തു കളയാനായിട്ട് ആവശ്യപ്പെടുകയൊക്കെ ചെയ്യാം. ബട്ട് അതേസമയം ഇതുപോലത്തെ വീഡിയോസ് ദിലീപിനെതിരെയുണ്ട്, ഇല്ലേ? അതെ. അയാൾ ഇതും കൊണ്ട് നടന്നിട്ടില്ല. ഇല്ല. അയാൾ നോക്കിക്കഴിഞ്ഞാൽ 16 16,000 ലിങ്ക് ഉണ്ടാവും അയാൾക്കെതിരെ. അപ്പോൾ ഈ അതിജീവിതയെ മാത്രമാണ് ദ്രോഹിക്കുന്നത് എന്ന് വിചാരിക്കുന്നത് ശരിയല്ല. അതിജീവിതയ്ക്ക് അങ്ങനെ വിചാരിക്കാം. അവർക്കിപ്പോൾ ദിലീപിനെതിരെയോ നാട്ടിൽ ആരെയൊക്കെ എതിരെ സൈബർ ആക്രമണം നടക്കുന്നു അവർക്ക് നോക്കേണ്ട കാര്യമില്ല, അവർക്കെതിരെ നടന്നു എന്നുള്ളതാണ്. നമ്പർ 2, ഈ മാർട്ടിൻ്റെ വീഡിയോ പഴയതാണ്, അറിയാമല്ലോ. അതെ. ജഡ്ജ്മെൻ്റൊക്കെ വരുന്നതിന് എത്രയോ മുമ്പുള്ളതാണ്. അതിൽ മാർട്ടിൻ ഇങ്ങനെയൊക്കെ പറയുന്നു, ഇങ്ങനൊരു സംഭവമേ ഉണ്ടായിട്ടില്ല, ഇത് ഗോവയിൽ ചുമട്ട് നടന്ന കാര്യത്തിൻ്റെ ഒരു വീഡിയോ ആണ്, ദിലീപിനെ കുരുക്കാൻ വേണ്ടിയിട്ടാണ് അത്, ഇങ്ങനെയൊക്കെ പറയുന്നു. ബട്ട് ജഡ്ജ്മെൻ്റ് എടുത്ത് നോക്കിയോ സുനിജി, അതിനകത്ത് മാർട്ടിൻ ഇങ്ങനെയൊന്നും പറഞ്ഞതായിട്ട് ഇല്ല. മാർട്ടിൻ ഈ സാധനം കോടതിയിൽ പറയണ്ടേ? പറയണം. ഇല്ല. മാർട്ടിൻ സ്വന്തം അറസ്റ്റിനെ പോലും ചോദ്യം ചെയ്തിട്ടില്ല. പൾസർ സുനി അറസ്റ്റിനെയെങ്കിലും ചോദ്യം ചെയ്യുന്നുണ്ട്. എന്നെ അറസ്റ്റ് ചെയ്ത രീതി ശരിയായില്ല, കോടതിയിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോയി അത് ഇതെന്നൊക്കെ പറഞ്ഞു. മാർട്ടിൻ അതുപോലും ചെയ്യുന്നില്ല. ഈ സംഭവം നടന്നില്ല എന്ന് കോടതിയിൽ പറയണ്ടേ? പറയുന്നില്ല. 6 പ്രതികളും ശിക്ഷിക്കപ്പെട്ടു, മാർട്ടിൻ അടക്കം. അതിന് ഈ കോടതി ചെയ്തിരിക്കുന്നത് ഈ വിഷ്വൽ വലിയ കാര്യമായിട്ട് എടുത്തിട്ടില്ല. ഇവർ ഈ ബഹളം വയ്ക്കുന്ന സാധനം ഉണ്ടല്ലോ, ഹാഷ് വാല്യൂ മാറി എന്നൊക്കെ പറഞ്ഞിട്ട്, ആ വിഷ്വലിൻ്റെ ബേസിസിലല്ല റേപ്പ് കോടതി കണ്ടെത്തുന്നത്, ഫോറൻസിക് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. അതായത് ആ കാറിൽ, അതിൽ നമ്മൾ കാല് ചവിട്ടുന്ന സ്ഥലത്ത് മാറ്റുണ്ടല്ലോ, ആ മാറ്റിൽ വീണ സ്രവങ്ങൾ ഈ നടിയുടെ വസ്ത്രത്തിൽ, പാൻറ്റിൽ, ഷർട്ടിൽ, അണ്ടർവെയറിൽ ഒക്കെയുള്ള ഈ സ്രവങ്ങൾ ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ DNA ടെസ്റ്റും ചെയ്ത് റിസൾട്ട് കിട്ടി. ആ സാമ്പിളുകളെല്ലാം 2 സാമ്പിളുകളിൽ നിന്ന് അവർക്ക് DNA ഫലം കിട്ടിയിട്ടില്ല, കാരണം സാമ്പിൾ തീരെ കുറവായിരുന്നു. ഇതുമൊക്കെ സത്യസന്ധമായിട്ട് FSLൻ്റെയും DNA ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും റിപ്പോർട്ടുകൾ കോടതിയുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് കൺക്ലൂസീവായിട്ട് സയൻറ്റിഫിക് എവിഡൻസ് ഉണ്ട് ഇങ്ങനൊരു സംഭവം നടന്നതായിട്ട്. അപ്പോൾ അത് നടന്നില്ല എന്നൊക്കെ മാർട്ടിൻ പറഞ്ഞു കഴിഞ്ഞാൽ, മാത്രമല്ല ആ മനുഷ്യൻ കോടതിയിൽ ഇതൊന്നും പറഞ്ഞിട്ടില്ല. മാർട്ടിൻ ഇത് നടന്നില്ല എന്നല്ല പറയുന്നത്, നടന്നിട്ടുണ്ടാവും. അത് ഗോവയിൽ വെച്ചാണ് മുമ്പ് എടുത്ത്. അത് കോടതിയിൽ പറയണ്ടേ? ഞാൻ ഓടിച്ച വണ്ടിയിൽ ഇങ്ങനൊരു സംഭവം നടന്നിട്ടില്ല എന്ന് കോടതിയിൽ പറയണ്ടേ? പറയണം. അയാൾ പറഞ്ഞില്ല. അവസരം കിട്ടാത്തതുകൊണ്ടാണോ പറയാൻ? അവസരം കിട്ടാൻ അയാളുടെ വക്കീലുണ്ട്, മാർട്ടിൻ്റെ വക്കീലുണ്ട്. വക്കീൽ പറയണ്ടേ? അല്ലെങ്കിൽ മാർട്ടിൻ സ്വയം പറയണം. മാർട്ടിൻ ആ വീഡിയോയിൽ പറയുന്നു, മാർട്ടിൻ ഇതെല്ലാം കൂടെ നമ്മുടെ അങ്കമാലി മജിസ്ട്രേറ്റിനോട് പറഞ്ഞു. മജിസ്ട്രേറ്റ് പറഞ്ഞു, ഞാനിത് എഴുതി ഒരു കവറിലിട്ടിട്ട് വിചാരണ കോടതിക്ക് അയച്ചു കൊടുക്കാൻ തനിക്ക് എന്താണെന്ന് വെച്ചാൽ അവിടെ ചെയ്തു എന്ന് പറഞ്ഞു. ശരി, ഇയാളിത് ചെയ്യണ്ടേ? ഇവിടെ ഇയാൾ പറയണ്ടേ? ഇയാളൊന്നും പറയുന്നില്ല. മാത്രമല്ല, പ്രതികൾ ആരും തന്നെ ഈ റേപ്പ് ചലഞ്ച് ചെയ്യുന്നില്ല. നടന്നിട്ടില്ല എന്ന് ആരും പറയുന്നില്ല. എനിക്ക് പങ്കില്ല എന്ന് ആരും പറയുന്നില്ല. ആകെ മൈനർ, അത് കോടതി പറയുന്നുണ്ട്, സീരിയസ് ആയിട്ട് ദേ ആർ നോട്ട് ചലഞ്ചിങ് ദ ഒഫൻസ് ഓഫ് റേപ്പ്, ദേ ആർ ബ്രിങ്ങിങ് സം മൈനർ ഡീവിയേഷൻസ് ഇൻ ദ ഐഡൻറ്റിറ്റി. ആ പൾസർ സുനി പറയുന്നു, അല്ലാതെ പാൻറ്റിൻ്റെ നിറം ഇതായിരുന്നില്ല വേറൊന്നായിരുന്നു എന്നൊക്കെ പറയും. അങ്ങനെയല്ല, ഇത് തന്നെയാണ് എന്ന് തെളിയുന്നു. ഇതൊക്കെ ഇങ്ങനെ ചില മൈനർ ഒബ്ജെക്ഷൻസ് പറഞ്ഞിട്ടുള്ളൂ.
അതുകൊണ്ടാണ് 6 പേർക്കും ശിക്ഷ കിട്ടിയത്. ഈ പറയുന്ന മാർട്ടിൻ ഇത്ര പുണ്യവാളാണെങ്കിൽ അയാൾ കോടതിയിൽ അപ്രൂവറായിട്ട് മാറാം, മാപ്പുസാക്ഷിയായിട്ട് മാറാം. മാപ്പുസാക്ഷിയായിട്ട് മാറിയിട്ട് ഈ മൊത്തം സംഭവം കള്ളത്തരമാണ്, ഞാൻ പറയുന്നതാണ് സത്യം എന്ന് പറഞ്ഞ് എസ്റ്റാബ്ലിഷ് ചെയ്യാം. ഇതൊന്നും അയാൾ ചെയ്യുന്നില്ല. ശിക്ഷയും വാങ്ങുന്നു. ശിക്ഷ കിട്ടിയപ്പോൾ കരയുകയോ അങ്ങനെ എന്തോ ചെയ്തു എന്ന് പറയുന്നു. മാർട്ടിൻ ഈ ഹീനകൃത്യം ചെയ്തു എന്നൊരു കേസില്ല. ഈ ഹീനകൃത്യം ചെയ്തത് വെറും പൾസർ സുനിയാണ്. ബാക്കിയുള്ളവർ പൾസർ സുനിയെ സഹായിച്ചു. അതുകൊണ്ട് പൾസർ സുനിയുടെ അതേ ശിക്ഷ അവർക്കും കിട്ടും. അതാണല്ലോ ക്രിമിനൽ ലോയിൽ വരുന്നത്. അപ്പോൾ അങ്ങനെയാണ് ബാക്കിയുള്ളവർക്ക് ഈ ശിക്ഷ കിട്ടുന്നത്. മാർട്ടിൻ ഈ ഹീനകൃത്യം ചെയ്തിട്ടില്ല, ചെയ്തു എന്ന് കോടതി പറഞ്ഞിട്ടുമില്ല. പിന്നെ എന്തുകൊണ്ട് മാർട്ടിൻ ശിക്ഷിക്കപ്പെട്ടു? ഈ ഹീനകൃത്യം ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കി. മാർട്ടിനാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നത്. മാർട്ടിനോട് പൾസർ സുനി പറയുന്നു സെൻട്രൽ ലോക്ക് ഇടുമെന്ന് പറയുന്നു. സെൻട്രൽ ലോക്ക് ചെയ്യുന്നു. അതിജീവിതയ്ക്ക് അത് തുറക്കാൻ പറ്റുന്നില്ല, ചില്ല് താഴ്ത്താൻ പറ്റുന്നില്ല. നിലവിളിച്ചിട്ട് കാര്യമില്ല, കാരണം പുറത്തറിയില്ല. ഇങ്ങനെ അവരെ നിസ്സഹായയാക്കി. 2 പേര് 2 വശത്തു നിന്നും അവരുടെ കൈക്ക് പിടിച്ചിരിക്കുന്നു. വാ പൊത്തി പിടിക്കുന്നു മാറി മാറി. അവരെന്ത് ചെയ്യും? അങ്ങനെ നിസ്സഹായയായി ഭയപ്പെട്ടു പോയി. ആ സംഭവം അതുപോലെ കോടതി വിവരിക്കുന്നുണ്ട്. അതിജീവിതയുടെ മൊഴിയായിട്ടും പറയുന്നുണ്ട്, കോടതിയുടെ ഫൈൻഡിങ്സ് ആയിട്ടും പറയുന്നുണ്ട്. ഇവരുടെ കയ്യിൽ, അതിജീവിതയുടെ കയ്യിൽ അവിടെ ഇവിടെയൊക്കെ പാടുകളുണ്ട്. അത് പൾസർ സുനിയുടെ നഖം കൊണ്ട പാടുകളാണ്. ഇത് ഫോറൻസിക് ടെസ്റ്റിൽ തെളിഞ്ഞതാണ്. നഖത്തിൻ്റെ പീസ് എടുത്തുകൊണ്ട് പോയിട്ട് ടെസ്റ്റ് ചെയ്ത് യെസ്, ഈ നഖം കൊണ്ടാണ് ഈ പോറലുണ്ടായിരിക്കുന്നത്. പൾസർ സുനിയുടെ മുഖത്തും പല സ്ഥലത്തും അതിജീവിതയുടെ നഖം കൊണ്ടുള്ള പോറലുണ്ട്. സോ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ആവശ്യമൊന്നും ഇല്ല ഈ കേസ് തെളിയിക്കാൻ. എത്രയോ റേപ്പ് കേസുകൾ വീഡിയോ ഇല്ലാതെ തെളിയുന്നില്ലേ, ശിക്ഷിക്കുന്നില്ലേ? അതുപോലെയാണ് ഈ കേസ്. അല്ല ഈ ഹാഷ് വാല്യൂ അതിൻ്റെ പിന്നാലെ തലയിട്ടടിച്ചിട്ട് കാര്യം, അതിൻ്റെ ആവശ്യമില്ല. സയൻറ്റിഫിക് എവിഡൻസും ഉണ്ട്. അത് നടന്നത് തന്നെയാണ്. റേപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ കൺവെൻഷണൽ റേപ്പ് അല്ല കേട്ടോ. പലരുടെയും റേപ്പ് എന്ന് പറയുമ്പോൾ മനസ്സിൽ ഓരോന്നാണല്ലേ വരുന്നത്. ഇത് ഫോഴ്സിബിൾ ഓറൽ സെക്സ് ആണ്. അതാണ് നടന്നത്. അപ്പോൾ അതിനുള്ള എല്ലാ തെളിവുകളും ഉണ്ട്. അതിന് വീഡിയോയുടെ ആവശ്യമൊന്നുമില്ല. പലരും ധരിക്കുന്ന വീഡിയോ ഒരു ആ തെളിവ് വെച്ചാണ് ഈ ശിക്ഷ. അങ്ങനെയൊന്നുമല്ല. വീഡിയോ ഇല്ലായിരുന്നെങ്കിലും ഈ റേപ്പ് തെളിഞ്ഞേനെ. ഇതിനെയും റേപ്പ് എന്ന് തന്നെയാണ് വിളിക്കുന്നത്. പക്ഷേ ഇതിനകത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിൽ വെച്ച് അങ്ങനെ ഒരു സംഭവം നടന്നാൽ ഈ റേപ്പ് ചെയ്യപ്പെടുന്ന അതിജീവിതയ്ക്ക് ഒരു പക്ഷേ കടിച്ചു മുറിക്കാനോ അല്ലെങ്കിൽ അതിനെ മാരകമായി പരിക്കേൽപ്പിക്കാനോ പറ്റില്ല. എല്ലാം നഷ്ടപ്പെടുന്ന ഒരാൾ എങ്ങനെ റിയാക്ട് ചെയ്യുന്നത് പറയാൻ പറ്റില്ലല്ലോ. അതിപ്പോൾ ശരിയാണ്. ഇപ്പോൾ ഓർക്കാപ്പുറത്ത് ഞാൻ സിനുജിയെ കത്തിയെടുത്ത് കുത്തുന്നു. തൊട്ടടുത്ത് ഒരു തൂണുണ്ട്. സിനുജി ഒന്ന് തൂണിൻ്റെ മറവിലേക്ക് മാറിയാൽ ആ കുത്ത് കിട്ടില്ല, കൊള്ളില്ല. പക്ഷെ സിനുജി മാറിയില്ല. എന്തുകൊണ്ട് മാറിയില്ല? ആ സമയത്ത് അങ്ങനെ ചിന്തിക്കാൻ തോന്നിയില്ല. ഈ തൂണിൻ്റെ മറവിലേക്ക് മാറാഞ്ഞത് സിനുജിയുടെ കുറ്റമായിട്ട് മാറുകയും കത്തിക്ക് കുത്തിയ ഞാൻ പാവം മിടുക്കനായിട്ട് മാറും. ഇതെന്തൊരു ലോജിക്കാണ്? ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു സംഭവം കഴിയുമ്പോൾ പറയാൻ പറ്റും. ഇങ്ങനെ ചെയ്യാഞ്ഞെന്താ, അങ്ങനെ ചെയ്യാഞ്ഞെന്താ, കാറിൻ്റെ ഗ്ലാസ്സിൽ ഇടിക്കാഞ്ഞതെന്താ, കടിക്കാഞ്ഞതെന്താ, ഇങ്ങനെയൊക്കെ ചോദിക്കാം. അത് ചെയ്തില്ല, ജീവഭയം കൊണ്ട്. കാരണം പൾസർ സുനി പറഞ്ഞതെന്താ, ഇത് നിങ്ങളിതിന് സഹകരിച്ചില്ലെങ്കിൽ നിങ്ങളെയും കൊണ്ട് ഞങ്ങൾ DD ഫ്ലാറ്റ് എന്ന് പറഞ്ഞ ഒരു ഫ്ലാറ്റ് സമുച്ചയത്തിലേക്ക് പോകും. അവിടെ 5-6 പേര് കാത്തിരിപ്പുണ്ട്. മയക്കുമരുന്ന് കുത്തിവയ്ക്കും. പിന്നെ നിങ്ങളുടെ കാര്യം ദൈവത്തിന് തന്നെ അറിയാം. ഇതിപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ, അവിടെ മറ്റവരും കൂടെ ഇരിപ്പുണ്ട്. ഇങ്ങനെയൊക്കെ പേടിപ്പിക്കുമ്പോൾ ഒരു സ്ത്രീയുടെ മനസ്സിലുണ്ടാകുന്ന ഭയം എത്ര വലുതായിരിക്കും. അതുകൊണ്ട് റേപ്പ് നടന്നില്ല എന്നൊന്നും പറയരുത്. ഞാൻ മറ്റേ പോർഷനാണ്. ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഇത് ചെയ്യിച്ചത് ദിലീപാണ് എന്ന് പറയുന്നിടത്താണ് എൻ്റെ ഒബ്ജക്ഷൻ. അവിടെയാണ് കോടതിയും പറഞ്ഞിരിക്കുന്നത്. ഇത് സംഭവിച്ചു എന്നുള്ളത് ശരിയാണ്. പ്രതികൾ ഇവരാണ് തന്നെ, ഈ പൾസർ സുനിയും പ്ലസ് 5 പേര് ഇത് കൂട്ടുനിന്ന ആൾക്കാർ. ബട്ട് ദിലീപ് വന്നു കഴിയുമ്പോൾ അതിന് ഒരു തെളിവുമില്ല. ഈ 5 പേരും ഉണ്ടായിരുന്നതിന് ഇഷ്ടംപോലെ തെളിവുകളുണ്ട്.
ബട്ട് ദിലീപ് ഇതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളത് ആരോപണം മാത്രമായിട്ട് ഇപ്പോഴും നിൽക്കുന്നു. പക്ഷെ അപ്പോഴൊരു സംശയം, ഈ മാർട്ടിൻ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ പിന്നെ പുറത്തിറക്കിയത്? മാർട്ടിൻ ഇറക്കിയതിന് അതിൻ്റേതായ ഉദ്ദേശങ്ങളുണ്ടാകും. മാർട്ടിൻ മാത്രമാണോ? എത്രയോ പേര് വീഡിയോ ഇറക്കി. പൾസർ സുനിയുടെ വീഡിയോ ഇല്ലേ? ഉണ്ട്. പൾസർ സുനിയുടെ വീഡിയോ ന്യൂസ് മിനിറ്റിൻ്റെ ധന്യ രാജേന്ദ്രൻ നിരന്തരം റെക്കോർഡ് ചെയ്തു. അതെ. എന്നിട്ട് കോടതി വിധി വന്നു കഴിഞ്ഞിട്ട് എയർ ചെയ്തു. അതിനു മുമ്പ് ഈ സാധനം അവരുടെയിലും ഉണ്ട്. അന്നിത് എയർ ചെയ്തില്ല. കോടതി വിധി വന്നു കഴിഞ്ഞപ്പോൾ എയർ ചെയ്തു. എന്നിട്ട് കോടതി വിധിയും പൾസർ സുനി പറഞ്ഞതും തമ്മിൽ വൈരുദ്ധ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് അവരിപ്പോൾ ഷൈൻ ചെയ്യുന്നു. ഇതൊക്കെ പോക്കൃത്തരല്ലേ സത്യം പറഞ്ഞു. ഇപ്പോൾ മാർട്ടിനേക്കാൾ വലിയ മാർട്ടിനി ആണ് ധന്യ രാജേന്ദ്രൻ. അങ്ങനത്തെ കളികളൊക്കെ നടക്കുന്നുണ്ട്. ബട്ട് ധന്യ രാജേന്ദ്രൻ അതിജീവിതയുടെ കൂടെ ആയതുകൊണ്ട് അവർ കാണിക്കുന്ന തെമ്മാടിത്തരത്തിന് കുഴപ്പമില്ല. മാർട്ടിൻ അതിജീവിതയ്ക്ക് എതിരായിട്ട് സംസാരിച്ചു, അതുകൊണ്ട് മാർട്ടിൻ കുഴപ്പക്കാരനാണ്. മാർട്ടിനും ഇതൊക്കെ ഒരു നുണയൊക്കെ പറയാൻ അവകാശമില്ല. അയാൾ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ലാലിന് കോടിക്കണക്കിന് രൂപയുടെ വരുമാനമുണ്ട്, ആ കള്ളക്കടത്തുണ്ട്, തേങ്ങയുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരുപാടൊക്കെ പറയുന്നുണ്ട്. ഒരുപാട് പൊങ്ങച്ചും പറയുന്നുണ്ട് ആ വീഡിയോയിൽ. പക്ഷെ ആത്യന്തികമായിട്ട് ഒരു സൂത്രധാരൻ്റെ ഇല്ല. അതെന്താ അംഗീകരിക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ അതെന്താ ഉൾക്കൊള്ളാൻ പറ്റാത്ത? അല്ല, ഉണ്ടാവണമെന്ന് നിർബന്ധം എന്താണെന്ന് എത്രയോ റേപ്പ് അതിൻ്റെ വീഡിയോയും എടുക്കും. കേരളത്തിൽ തന്നെ ഇപ്പോൾ അലീജ്ഡ് റേപ്പും റേപ്പ് കേസും മുൻകൂർ ജാമ്യമൊക്കെ നടക്കുന്നതിൽ വീഡിയോ ഉണ്ട്. എന്നെ കൊണ്ടുപോയി റേപ്പ് ചെയ്തു, എൻ്റെ നഗ്ന ചിത്രങ്ങൾ എടുത്തു, വീഡിയോ എടുത്തു. എന്തിന്? നാളെ ഭീഷണിപ്പെടുത്താൻ, നാളെ ഈ വീഡിയോ കാണിച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യാൻ. അതിനല്ലേ വീഡിയോ എടുക്കുന്നത്. അതെ. ഇപ്പോൾ പൾസർ സുനി എടുക്കുമ്പോൾ മാത്രം അത് ബ്ലാക്ക് മെയിലിനല്ല, അത് ദിലീപ് പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞ് എന്ത് ന്യായമാണ്? ദിലീപ് പിന്നീടാണല്ലോ വരുന്നതിന്. ഈ കേസിൻ്റെ തുടക്കത്തിൽ ദിലീപ് ഇല്ലല്ലോ. ദിലീപില്ല. ഈ പ്രതികളെയൊക്കെ പിടിച്ചിട്ട് കുറ്റപത്രമൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടാണ് ദിലീപ് വരുന്നത്. എന്നിട്ട് ദിലീപിന് കൊടുക്കാൻ പറ്റുന്നില്ല എന്ന് വന്നു കഴിഞ്ഞപ്പോഴാണ് ബാലേന്ദ്രകുമാറിനെ ഇറക്കിയത്. അതും പച്ച പിടിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് ഈ നടിക്ക് ഈ ദുരനുഭവം ഉണ്ടായി എന്നുള്ളത് സയൻറ്റിഫിക്കായിട്ട് ഓടിയ കാറിൽ നിന്നുള്ള സ്രവ പരിശോധനയിൽ തെളിഞ്ഞ കാര്യങ്ങളാണ്. അത് നുണയാണെന്ന് പറയാൻ പറ്റില്ല. അതിൻ്റെ പേരിലാണ് കോടതി ശിക്ഷിച്ചിരിക്കുന്നത്. അതിനകത്തുള്ള പ്രശ്നം കാറും പറയുന്നുണ്ട്, ടെമ്പോ ട്രാവലും പറയുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു പൊരുത്തക്കേട് വരുന്നില്ല എന്നുള്ള ചില സാധ്യതകൾ ഇല്ല. അതിൽ പൊരുത്തക്കേടൊന്നുമില്ല. കാറിൽ വെച്ചാണ് ഈ സംഭവം. മാർട്ടിൻ ഒറ്റയ്ക്ക് ഓടിച്ചുകൊണ്ട് വന്ന കാറിൽ മറ്റ് 3 പേര് അവർ ഊഴം വെച്ച് കയറുന്നു, ഇടയ്ക്ക് വെച്ച് മാറുന്നു, മറിയുന്നു ഒക്കെ. അവർ വന്നതാണ് ടെമ്പോ ട്രാവലറിൽ. ടെമ്പോ ട്രാവലർ ഇടയ്ക്ക് വെയിറ്റ് ചെയ്ത് കിടക്കുകയായിരുന്നു. ഈ കാറ് പാസ് ചെയ്ത് പോയി കഴിഞ്ഞപ്പോൾ ടെമ്പോ പിന്നാലെ വരികയും കളമശ്ശേരിയിൽ വെച്ചിട്ട് കാറിൻ്റെ പിന്നിൽ ചെറുതായിട്ടൊന്ന് ഇടിക്കുകയും, ഇടിച്ചതിൻ്റെ പേരിൽ 2 വണ്ടിയും നിർത്തിയിട്ട് ഡ്രൈവർമാർ ചീത്ത പറയുന്നൊരു കലാപരിപാടിയുണ്ട്. ആ കലാപരിപാടി തുടങ്ങുകയും ആ കലാപരിപാടിക്കിടയ്ക്ക് ടെമ്പോയിൽ നിന്ന് 2 പേര് ഇറങ്ങിയിട്ട് കാറിലേക്ക് കയറുകയും ആണ് ഉണ്ടായത്. ചുരുക്കം പറഞ്ഞാൽ ഇപ്പം ഈ സൈബർ ആക്രമണത്തിനെതിരെ അതിജീവിത ഇങ്ങനെ ഒരു കേസ് കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ കോടതിയെ സമീപിക്കുമ്പോൾ അതോടുകൂടി ഈ പ്രശ്നങ്ങളൊക്കെ തീരുമോ എന്നൊന്നും ഞാൻ കരുതുന്നില്ല. കാരണം അതിൽ കവിഞ്ഞ വാശിയും വൈരാഗ്യവും ഒക്കെ എല്ലാവർക്കും ഒക്കെ ഉണ്ട്. അതുകൊണ്ടൊന്നും തീരാനൊന്നും പോകുന്നില്ല. ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ, അതിജീവിതയ്ക്ക് ദുരനുഭവം ഉണ്ടായി എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല. അതിൽ എല്ലാവരുടെയും മനസ്സാക്ഷി അതിജീവിതയ്ക്കൊപ്പമാണ്. ബട്ട് അത് ദിലീപ് ചെയ്യിച്ചതാണ് എന്ന് പറയുന്നിടത്താണ് ഡിസ്പ്യൂട്ട് തുടങ്ങുന്നത്. അത് ദിലീപ് ചെയ്തതായിട്ട് യാതൊരു തെളിവും ഇല്ല എന്ന് കോടതി കണ്ടെത്തി. പക്ഷെ പിന്നെയും ദിലീപിനെ വേട്ടയാടുന്നു. തെളിവില്ല എന്നല്ലേ പറഞ്ഞുള്ളൂ, അങ്ങേർക്ക് പങ്കില്ല എന്ന് പറഞ്ഞില്ല. സിനിജു എല്ലാ കേസിലും അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. ഇയാൾക്കെതിരെയുള്ള തെളിവുകൾ സംശയാതീതമായിട്ട് തെളിയിക്കാൻ പ്രോസിക്യൂഷൻ സാധിച്ചില്ല, അതുകൊണ്ട് ഇയാൾ വെറുതെ വിടുന്നു, ഇങ്ങനെ പറയുള്ളൂ. അല്ലാതെ ഇയാൾ നിഷ്കളങ്കനാണ്, നിരപരാധിയാണ്, രാജാ ഹരിശ്ചന്ദ്രനാണെന്ന് ഒരു കോടതിയും സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ട കാര്യവുമില്ല. ദിലീപിൻ്റെ കാര്യം വരുമ്പോൾ മാത്രമേ അത് ശരിയാവില്ല, ഇതെന്ത് പരിപാടി. എന്തായാലും വിവാദങ്ങളും വാർത്തകളും പരാതികളൊക്കെ മുന്നോട്ട് പോകും. നമുക്ക് വീണ്ടും കാണാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.